ഹായ്. ആണ് നമ്മൾ രാവിലെ ഇപ്പോൾ സമയം 12 മണിയൊക്കെ ആവുന്നു കേട്ടോ. 11:30 കഴിഞ്ഞു. നമ്മൾ രാവിലെ ഹോമിയോ ആശുപത്രി വരെ പോകാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണേ. കൊച്ചിന് നല്ല പനിയും ചുമയൊക്കെ ഉണ്ട്. കൊച്ചിന് ഇച്ചിരി മരുന്നൊക്കെ വാങ്ങിക്കാം, ഡോക്ടറൊക്കെ കണ്ടെന്ന് ഓർത്തത്. വലിയതാവാളെ ഹോമിയോ ആശുപത്രി ഉണ്ടേ. അപ്പോൾ അവിടെ നല്ല മരുന്നും ഒക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് അത് കഴിച്ചാൽ പെട്ടെന്ന് കുറയുന്നുണ്ട്. അതുകൊണ്ട് ഹോമിയോ ആശുപത്രി പോയി മരുന്ന് വാങ്ങിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ ഹോമിയോ ആശുപത്രി വരെ പോവുകയാണേ. അപ്പം പയ്യെ താഴോട്ട് നടക്കാം. ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോ വരുന്നിടം വരെ പയ്യെ നടക്കാൻ നോക്കി ഓർത്ത്. ജൂൺ മാസമൊക്കെ ആണെങ്കിലും നല്ല വെയിലാണ്. രാവിലെ തന്നെ നല്ല വെയിലാണ്. മഴയൊന്നും ഇല്ല. മഴയൊക്കെ കുറവ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇപ്പം നല്ല വെയിലൊക്കെയാണ്. പയ്യെ നടന്നു. പിന്നെ ഞങ്ങൾ താഴെ വന്നൊരു ചെറിയ കട പോലെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി കുറച്ച് നേരം നിന്നു. അപ്പോഴത്തേനും ഓട്ടോ വരുമെന്ന് ഓർത്തുണ്ട്. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുറേ കളിച്ച് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പിന്നെയാണ് ഓട്ടോ വന്നത്. അത് കഴിഞ്ഞത്തേനും പെട്ടെന്ന് തന്നെ ഓട്ടോ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി പയ്യെ കാഴ്ചയൊക്കെ കണ്ട് പതിയെ. പിന്നെ ഇവിടുന്ന് അധികം ദൂരമൊന്നും ഇല്ല. വലിയ കുറച്ച് ദൂരമേ ഉള്ളൂ. പയ്യെ ഓട്ടോയിലൊക്കെ കയറി കാഴ്ചയൊക്കെ കണ്ട് പയ്യെ ഓട്ടോയിലൊക്കെ കയറിയത്തേക്കിനും തന്നെ പയ്യെ ആൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. പനിയൊക്കെ അല്ലേ, കണ്ണൊക്കെ നല്ല ചുമന്നൊക്കെ കിടപ്പുണ്ട്. ഇപ്പോഴത്തെ പനിയൊക്കെ ആയതുകൊണ്ട്, പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് നല്ല ഇതാണ്, മാറാനും പാടാം. അപ്പം ഹോമിയോ മരുന്ന് വെച്ച് ഇവിടെ നല്ല ഹോമിയോ മരുന്നാണ്. അങ്ങനെ ഞങ്ങൾ പതിയെ ഓട്ടോയിലൊക്കെ കുറേ കാഴ്ചയൊക്കെ കണ്ട് പതിയെ ഇങ്ങനെ ഉറക്കം വരുന്ന പോലെ ഇരിക്കുകയാണ്. അങ്ങനെ ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി തന്നു. അങ്ങനെ കുറേ 2-3 വട്ടം മരുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് കഴിക്കാൻ പറഞ്ഞു. നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ കുറേ ഡോക്ടർ പറഞ്ഞു. അത് നമ്മൾ പിന്നെ മരുന്ന് വാങ്ങിക്കാനായിട്ട് നിന്ന്. പിന്നെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. 1-2 പേരൊക്കെ ഉള്ളായിരുന്നു. പിന്നെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റിയേ. അപ്പം പെട്ടെന്ന് അത് കൊടുത്തു. അപ്പം തന്നെ മരുന്ന് ഇതെല്ലാം തന്നു. അങ്ങനെ ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ രാവിലെ തിരക്കുണ്ടായിരുന്നെന്ന് അറിയത്തില്ല. ആ സമയമായതുകൊണ്ടാണ് നമ്മൾ ഒരു 12 മണിയൊക്കെ ആയി അവിടെ ചെന്നപ്പോഴത്തേക്കിനും. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ മരുന്നൊക്കെ വാങ്ങിച്ചു. നമ്മൾ അവിടെ നിന്ന് ഓരോ ഫോട്ടോയും പടമൊക്കെ കാണുമ്പോഴത്തേക്കിന് അങ്ങനെ കാണിക്കാതെ നമ്മൾ മരുന്ന് വാങ്ങിച്ച് പുറത്തോട്ട് ഇറങ്ങി അത് ഇങ്ങനെ ചെരുപ്പൊക്കെ ഇടാനായിട്ട് നിന്ന് ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ടു. അവിടെ ഓരോ ചെടികൾ